നമസ്കാരം. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത് നമ്മുടെ സഭാപിതാക്കളോട് ചോദിച്ചാൽ ഒരു പ്രശ്നമില്ല, ഞങ്ങളിവിടെ സേഫാണ് പറയും. കാരണം ഇടിയൊന്നും വരണില്ല, ഇവരുടെ സ്വത്തും മുതലും ഒക്കെ സേഫാണ്. ഇന്നലെ സുപ്രീം കോടതിൻ്റെ ഒരു സുപ്രധാന വിധിയുണ്ട്. അത് ഛത്തീസ്ഗഡിൽ ഈ ബലപ്രയോഗത്തിലൂടെ കുഴിച്ചിട്ട മൃതദേഹം മാന്തുക ക്രിസ്ത്യാനികളത്, ഗോത്രവർഗ്ഗക്കാരതൊക്കെ അവർ കൺവെർട്ട് ചെയ്ത ആൾക്കാരാണ്. അവിടുന്ന് മാന്തി എവിടെയെങ്കിലും കൂടെ കുഴിച്ചിടാനൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഒരു പാസ്റ്ററുടെ മകൻ അയാളുടെ പിതാവിനെ കുഴിച്ചിടുന്ന സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. അപ്പോൾ 2 അംഗ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. അപ്പോൾ ഇയാളുടെ ആവശ്യം ഒന്നില്ലെങ്കിൽ ഗ്രാമത്തിലുള്ള ജാതി ഭേദമന്യേ എല്ലാവർക്കും ഉള്ള ശ്മശാനത്തിൽ എൻ്റെ പിതാവിനെ അടക്കം ചെയ്യണം, അത് പറ്റില്ലെങ്കിൽ ഞങ്ങളുടെ സ്വകാര്യ ഭൂമിയിൽ അടക്കം ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞ് സ്വകാര്യ ഭൂമിയിൽ വേണമെങ്കിൽ മറവ് ചെയ്യാം. ഇപ്പോൾ ചന്ദ്രശേഖർ ശർമ്മ അങ്ങനെ 2 അംഗ ബെഞ്ചാണല്ലോ, അദ്ദേഹം പറഞ്ഞു അത് പറ്റൂല, ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള ശ്മശാനത്തിൽ കൊണ്ടുപോയി മറവ് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ഇന്നത്തെ പത്രത്തിൽ വന്ന ഈ സ്ഥലം 25 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഈ കേസ് അപ്പീലായി 3 അംഗ ബെഞ്ച് ഇപ്പോൾ അത് പരിഗണിച്ച് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിന് നോട്ടീസ് അയച്ചേക്കണം. ഇനി ബലപ്രയോഗത്തിലൂടെ ഒറ്റ ഡെഡ് ബോഡി മാന്തരുതെന്നാണ്. 2 കൊല്ലത്തിനടക്ക് 350 ബോഡിയാണ് മാന്തി ദൂരത്തെ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടാനൊക്കെ പറഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ഹർവാപ്പസി ഹിന്ദു മത ആചാരപ്രകാരമൊക്കെ ഈ മറവ് ചെയ്യണമെങ്കിലും വീണ്ടും ആചാരങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്ത്യയിൽ പ്രശ്നങ്ങളില്ല എന്ന് പറയണ്ട, ഇന്നത്തെ പത്രം എടുത്ത് വായിച്ചു നോക്കുക. സുപ്രീം കോടതി ഇതിപ്പോൾ കർശനമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതായത് മരിച്ചൊരു വ്യക്തിൻ്റെ ആ മൃതദേഹത്തിനോട് അനാദരവാണ്. കുഴിച്ചിട്ട് അടുത്ത് നിന്നൊക്കെ മാന്തുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ മാന്തും, എന്തെങ്കിലും ദുർമരണം എന്തെങ്കിലും മരണത്തിൽ സംശയം തോന്നിയാലൊക്കെ വല്ല കൊലപാതകമാണെന്നൊക്കെ തോന്നിയാൽ അത് മാന്തി പോസ്റ്റ്മോർട്ടം ചെയ്യണമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ജാതി അടിസ്ഥാനത്തിൽ മാന്തി കൊണ്ടുപോയി വേറെ സ്ഥലത്ത് കുഴിച്ചിരുന്നൊക്കെ ഇന്ത്യയിൽ ഞാനിപ്പോഴാണ് കേട്ടു തുടങ്ങിയത്. കോടതി വിധി ഇപ്പം പറഞ്ഞപ്പോൾ ഒരു കോടതിയിലെ 2 അംഗ ബെഞ്ചിൽ 2 ആൾക്ക് 2 അഭിപ്രായം. ഇത് പറഞ്ഞപ്പോൾ വേറൊരു വാർത്തയും കൂടി ഇന്നത്തെ പത്രത്തിലുണ്ട്. അലഹബാദ് ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ച്, അത് 14 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്കൂട്ടിമേ പോവുകയാണ്. അപ്പോൾ ഇവിടെ സ്കൂട്ടി തടഞ്ഞ് നിർത്തി മാറിൽ പിടിച്ച് ചുരിദാർ അത് പൈജാമേൻ്റെ ചരടഴിക്കാൻ ശ്രമിച്ച്. ഇത് കേസായി കഴിഞ്ഞപ്പോൾ അലഹബാദ് ഹൈക്കോടതി ഒരു വിചിത്ര വിധി പുറപ്പെടുവിച്ച്. അതായത് മാറിൽ സ്പർശിക്കണത് 14 വയസ്സുള്ളൊരു കുട്ടീൻ്റെ മാറിൽ സ്പർശിക്കണതും പൈജാമേൻ്റെ ചരടഴിക്കണതും പീഡന ശ്രമമായിട്ട് കൂട്ടാൻ പറ്റില്ല. അത് വേറെ ഒരു പ്രിപ്പറേഷൻ മാത്രം, അതൊരു ക്രൈമല്ല, വെറുതെ വിട്ട്. ആ കേസ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തല്ല റദ്ദാക്കി, ആ വിധി റദ്ദാക്കി ഇവന്മാരുടെ പേരിൽ പോക്സോ കേസ് എടുക്കാൻ പറഞ്ഞേക്കാണ്. അലഹബാദ് ഹൈക്കോടതിയൊക്കെ എങ്ങനെയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ജഡ്ജി എന്നൊക്കെ പറഞ്ഞാൽ കുപ്പായമൊക്കെ ഇട്ടിരിക്കണ ആൾക്കാർ നമ്മളെ പോലത്തെ ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിലിരിക്കണത്. അവരുടെ കാഴ്ചപ്പാട്. അയാളുടെ കുട്ടീനാണ് അങ്ങനെ വണ്ടി തടഞ്ഞു നിർത്തി നെഞ്ഞിൽ കയറി പിടിക്കുകയും ചുരിദാറിൻ്റെ പല്ല് കഴിക്കുകയും ചെയ്താൽ ഇയാൾ പറയാം അത് തമാശയാണ്, അത് വിട്ടുകളെന്ന് പറയുമോ? ഇല്ല, ഒരു ജഡ്ജിയും പറയില്ല, ഒരു മനുഷ്യനും പറയില്ല. അപ്പം അവിടെ അങ്ങോട്ട് ഇരുന്നാലുണ്ടല്ലോ അത് വേറൊരു, എന്നാലും എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നണം. എന്നിട്ട് ഒരു ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കണം. ശരിക്കും ഈ കോടതിയിലൊക്കെ എങ്ങനെ ഈ കൊളീജിയം എന്നൊക്കെ പറഞ്ഞാൽ എന്താ സംഭവം എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ആരൊക്കെ പെട്ടെന്ന് ജഡ്ജിയായിട്ട് ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യണത് ആ സ്ഥാനത്തെത്തണം. മുതിർന്ന അഭിഭാഷകരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്തൊക്കെയോ ഓരോ വീട്ടിൽ തന്നെ അച്ഛന് മകൻ, അച്ഛൻ, മുത്തച്ഛ, അങ്ങനെയൊക്കെ ജഡ്ജിമാരായ സംഭവങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട് സുപ്രീം കോടതിയിലൊക്കെ. ഇതൊക്കെ എങ്ങനെയാണ് വരേണ്ടത്? ഒക്കെ കൊളീജിയത്തിൽ ആരും ചോദ്യം ചെയ്യരുത്. ഇത്തരം വിധികളൊക്കെ വരുമ്പോൾ ചിരിക്കാൻ വകയുണ്ട്. ഏത് മൃതദേഹം മാന്തിയതല്ല, ഈ പെൺകുട്ടിനോടൊക്കെ 14 വയസ്സുള്ള പെണ്ണിനെ വണ്ടി തടഞ്ഞു നിർത്തി പിന്നെ എന്ത് ചെയ്താലാണിത് കേസായി മാറണത്? അതും കൂടി ആ ജഡ്ജ്മെൻറ്റിൽ എഴുതേണ്ടിയിരുന്നത് അദ്ദേഹം. ഏതായാലും നമ്മുടെ കോടതികളൊക്കെ ഇപ്പോൾ ഒന്നിനൊന്ന് മെച്ചമായിട്ട് വരിക. നമസ്കാരം.